നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിമ്മ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല ഇദാ ലം തസ്തഹി ഫസ്ന മാ ശി. പൂർവകാല പ്രവാചകന്മാരിലൂടെ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ള വഹിയിൽപ്പെട്ടതാണ്, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നീ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, ലജ്ജയില്ലാത്തവരാണ് തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നത്. അവർക്ക് പ്രത്യേക നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ ഡിസിപ്ലിൻ എന്നത്, ഒരു വ്യക്തിക്ക് അടക്കവും ഒതുക്കവുമെല്ലാം ഉണ്ടാക്കി തീർക്കുന്നത് യഥാർത്ഥത്തിൽ ലജ്ജയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെക്കാൾ ലജ്ജ എന്ന സ്വഭാവം സ്ത്രീകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പുരുഷനേക്കാൾ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ലജ്ജയുള്ളവളായിരിക്കണം ഒരു സ്ത്രീ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഇന്നൽ ഹയാ സിയാജുൻ യസൂനു കറാമത്തൽ മുസ്ലിമ. ഒരു മുസ്ലിമത്തായ സ്ത്രീയുടെ അവളുടെ ആദരവും ബഹുമാനവും സംരക്ഷിക്കുന്നത്, അതിന്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് അവളുടെ ലജ്ജയാണ്. വയഹ്ഫളു ലഹാ സുലൂകഹാ ബഈദൻ അനിൽ ഫഹ്ഷ്. എല്ലാ നീചവൃത്തികളിൽ നിന്നും അവളെ വിദൂരതയിലേക്ക് കൊണ്ടുപോകുന്നതും അവളെ തടയുന്നതും യഥാർത്ഥത്തിൽ ലജ്ജ എന്ന സ്വഭാവമാണ്. വഅഖ്വാലഹാ ബഈദൻ അനിൽ ബദാഅ. മോശമായ വാക്കുകളിൽ നിന്നും അവളെ തടയുന്നതും യഥാർത്ഥത്തിൽ ലജ്ജ എന്ന സ്വഭാവമാണ്. കാരണം ചീത്ത വർത്തമാനങ്ങളും ചീത്ത പ്രവർത്തനങ്ങളും അതിന്റെ മോശമായ സ്വാധീനം സമൂഹത്തിൽ പുരുഷനിൽ നിന്ന് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുന്നത് സ്ത്രീകൾ അത്തരം കാര്യങ്ങൾക്ക് മനഃപൂർവ്വം ഇറങ്ങി പുറപ്പെടുമ്പോഴാണ്. പുരുഷൻ ഉണ്ടാക്കുന്ന ഫിത്നയേക്കാൾ അത് വർധനവുണ്ടാക്കും. ഒരു സ്ത്രീ തന്നെ സ്വയം തിന്മക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അതൊരു പുരുഷൻ ഇറങ്ങി പുറപ്പെടുന്നതിനേക്കാൾ ഗൗരവമേറിയതാണ്. അതുകൊണ്ട് തന്നെ ലജ്ജ എന്ന സ്വഭാവം ഒരു സ്ത്രീയുടെ എല്ലാ സംരക്ഷണവുമാണ്. മോശമായ വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും അവളെ തടയുന്നത് യഥാർത്ഥത്തിൽ ലജ്ജയാകുന്നു. മാത്രമല്ല, ഒരു സ്ത്രീയുടെ ഈമാനിന്റെ, എല്ലാവരുടെയും ഈമാനിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ ഒരു സ്ത്രീയുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നത് അവളിലെ ലജ്ജ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ്.